ഫ്രണ്ട്സ്. ഇപ്പം എല്ലാവരും ഈ കോമാളിത്തരം കാണിക്കുമ്പോൾ മനസ്സിലാവുമല്ലേ എൻ്റെ മോൻ. ഫുഡൊക്കെ കഴിഞ്ഞ് തുടച്ചൊക്കെ കൊടുത്ത് വന്നതാണ് കേട്ടോ. മെഡിസിൻ കൊടുത്തു. എന്തൊക്കെ മെഡിസിൻ എന്നറിയാമോ? ഭക്ഷണത്തിന് മുമ്പ് പാൻഡ40, അത് കഴിഞ്ഞാൽ ലിവറിൻ്റെ ടോണിക്ക്, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്കും വേറൊരു ഗുളികയും 2 എണ്ണം, അത് കഴിഞ്ഞിട്ട് വിറ്റാവേസ്റ്റ് അവൻ്റെ സ്കിന്നിൻ്റെ അതിനുള്ള സിറപ്പ് എല്ലാം കഴിച്ച് പല്ലൊക്കെ തേച്ച് എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന കേട്ടോ. മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയനെ. ഞാൻ കെട്ടിയിട്ടിട്ടാണ് ഭക്ഷണവും മരുന്നും കൊടുക്കുന്നത്. അവൻ മര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് മര്യാദയ്ക്ക് മെഡിസിൻ കഴിച്ചൂടെ. ആ മെഡിസിൻ കഴിക്കില്ല, കട്ടിൻ്റെ അവിടെയൊക്കെ കയറും. ഫുഡ് കഴിക്കാൻ രണ്ടിനും മടിയാണ് കേട്ടോ. ബാക്കി എല്ലാത്തിനും അവൻ ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടിയിട്ടിട്ടാണ് അവിടെ ഇരിക്കും ഞാൻ. എന്നിട്ട് പതുക്കെ വാരിക്കൊടുക്കും കേട്ടോ. അപ്പോൾ അവന് ഒരു രക്ഷയില്ല ഓടാൻ. അപ്പോൾ ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇത് കണ്ടോ, ഇതിങ്ങനെ ആയിട്ട് പിന്നെ അങ്ങ് കുറഞ്ഞോളും കേട്ടോ. കുറഞ്ഞോളെ, മുടിയൊക്കെ വരുന്നുണ്ട്, കുറഞ്ഞോളും അത് പെട്ടെന്ന്. പിന്നെ അതിന് ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട് തേക്കാൻ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു ഓയിൻമെൻറ്റും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ. പക്ഷേ ഇവൻ തേക്കാൻ സമ്മതിക്കില്ല കേട്ടോ. തേക്കാൻ വരുമ്പോൾ അവൻ അവിടെ പിടിക്കുന്നത് ഇഷ്ടമല്ല. തേക്കുമ്പോൾ അവൻ ഓടിക്കട്ടിൻ്റെ അവിടെ പോകും. അഥവാ തേച്ച് കൊടുത്താൽ അത് നക്കി കഴിക്കും കേട്ടോ. അതുകൊണ്ട് ഇവൻ ഉറങ്ങണ ടൈമിലാണ് ഞാൻ വന്ന് പതുക്കെയൊക്കെ രാത്രിയും ഉച്ചക്കൊക്കെ ഉറങ്ങുന്ന ടൈമിലാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ അപ്പോഴേ ഡോക്ടറിനോട് പറഞ്ഞു, അവന് നക്കുന്ന സ്ഥലമായതുകൊണ്ട് അവനത് തേച്ച് കൊടുത്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നത് കേട്ടോ. ഇത് കണ്ടോ, ഈ ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. ഇനി അത് തേച്ച് ഇടയ്ക്കിടയ്ക്ക് നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയം വേണം തേച്ച് കൊടുക്കാൻ. കണ്ടോ, വന്ന് നിൽക്കുന്നുണ്ടോ? അത് അവൻ്റെ മെഡിസിൻ എന്ന് മനസ്സിലായി, അതുകൊണ്ടായി വന്ന് നിൽക്കുന്നത്. ഞാനപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ പൊരിഞ്ഞ ചൂട് ഫ്രണ്ട്. ഇന്ന് ഞങ്ങൾ കഴിച്ചത് കോൺഫ്ലവറും ആപ്പിളും എല്ലാം കൂടെ കോൺഫ്ലവറിൽ പഴമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ. കാര്യം അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോപ്പൊന്നും തേക്കണ്ട. നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കും. ഒരു 4-5 പ്രാവശ്യം വെള്ളം ഒഴിക്കും വരും അങ്ങനെയാട്ടോ എല്ലാവരും. ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ഒരു 4-5 പ്രാവശ്യമായിട്ട് കുളിച്ചെന്ന് തോന്നുന്നു. അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. പിന്നെ ഫോണ് തരാം, തറയിലിരിക്കല്ലേ പൊന്നാ. വാ, ദേ വന്നേ, ഇവിടെ കയറി കിടന്നോ. വാ, വന്നോ വാ പൊന്നു, വന്നോ. വാ, വന്ന് കിടക്കും. മമ്മി AC ഇട്ടു. വാ, കയറി കിടക്കുന്നു. ആ തറയിൽ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ ഞാൻ കുക്കിങ് ചെയ്യാമെന്ന് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ചൂട്. നമുക്ക് നിന്ന് കൂടുകൂടാ വിയർക്കുന്നത്. ഒന്നാമത്തെ മോഹൻല, അതായത് ബുധനാഴ്ച എങ്ങാണ്ടാണ് മോഹൻലാട്ടോ. മോഹൻല എന്ന് പറഞ്ഞാൽ പൂജയ്ക്ക് മുമ്പ്, ഇവിടെ ദസറയാണല്ലോ പൂജ, 10 ദിവസത്തെ പൂജയാണല്ലോ, ദുർഗാ പൂജയാണ് ഭയങ്കര ഫേമസ്, അതായത് ദസറ. അപ്പോൾ അതിന് മുമ്പ് വരുന്നൊരു മോഹൻലയുണ്ട്. മഴ പെയ്യുന്നെന്നൊക്കെ പറയുന്നു, പെയ്യും എന്ന് പറയുന്നു 2 ദിവസം കഴിയുമ്പോഴും ബംഗ്ലാ ന്യൂസിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്ന് തണുക്കട്ടെ അടുക്കള. ഉച്ചക്കുള്ള വൈപ്പൊക്കെ ഒരു തരം വച്ച് കഴിക്കുന്ന കേട്ടോ. ഇവരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേണ്ട, അച്ചാറായാലും കുഴപ്പമില്ല. കാരണം അത്ര ചൂടാണ് കേട്ടോ. ഇവരെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ്. ഈ നമ്മുടെ അടുക്കളയിൽ ഫാന് സീലിംഗ് ഫാൻ ഇടുമ്പോൾ നമ്മൾ ഫ്ലെയിം കത്തൂല. എക്സോസിറ്റ് ഫാനും ചിമ്മിനിയൊക്കെ ഇട്ട് കഴിയുമ്പോഴും അതിൻ്റെ ഫ്ലെയിം കുറവായിരിക്കും. അപ്പോൾ ഇരട്ടി ഗ്യാസും ചിലവാണ്, ടൈമും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇതെല്ലാം അങ്ങോട്ട് ഓഫ് ചെയ്യും, ചിമ്മിനി മാത്രം ഓൺ ചെയ്യും, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം എൻ്റെ മോൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. മോനെല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ കുറഞ്ഞിട്ട് കുക്കിംഗ് വീഡിയോ എടുക്കാം. അത് പതുക്കെ സ്കിന്നിൻ്റെ അല്ലേ, അപ്പോൾ അത് പതുക്കെ പോവുള്ളൂ കേട്ടോ മോൻ്റെ ഈ ഡിസീസസ്. പതുക്കെ പോവുള്ളൂ അവൻ്റെ. അപ്പം ഞാനൊരു ചെറിയ എന്നും വീഡിയോ ഇടുമ്പോൾ അവൻ്റെ വീഡിയോ ഇട്ടില്ലെങ്കിലും ഒരു പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വീഡിയോ ഇട്ട് വന്നേ ഉള്ളൂ. ഇല്ല പിന്നെ ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ. ഇത് കൊണ്ടിട്ടൊരു ഗുഡ് മോർണിംഗ് കൊടുത്തേ എല്ലാവർക്കും. ഒരു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൊടുക്ക്. ഈ മമ്മി വൈൻഡപ്പ് ആക്കാൻ പോകുന്ന കൊടുത്തേ.
അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ ഇല്ലേ ഫ്രണ്ട്സ്? ഇവനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഷൈനയുണ്ട്, ശാന്തിയുണ്ട്, അങ്ങനെയൊക്കെ ഒത്തിരി പേര് എനിക്ക് ഓർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഒത്തിരി പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്നവർക്കും, എനിക്ക് സബ്സ്ക്രൈബ് തന്നവർക്കും, എന്നെ ഇത്ര അധികം വളർത്തിയെടുത്തവർക്കും, എന്നെ ഇത്ര അധികം സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ ഹാർട്ടിൽ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സുകൾക്കും നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. എനിക്ക് ഡെയിലി മെസ്സേജ് ചെയ്യുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അല്ലാതെ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബ് തന്നതിന്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള, ഇത്രയും എനിക്ക് സബ്സ്ക്രൈബ് തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും തന്നെ ഒരുപാട് ഹൃദയം നിറഞ്ഞ ചങ്കിത്തൊട്ടുള്ള നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ മോനെല്ലാം നോക്കിക്കിടക്കുന്നു. അവനെല്ലാം ഭാഷ അറിയാം കേട്ടോ. ബംഗാളി അറിയാം, ഹിന്ദി അറിയാം, എല്ലാം അറിയാം, മലയാളം അറിയാം, എല്ലാം അറിയാം. ഒരു ഹൈ കൊടുത്തേ. ഒരു ആൻറ്റി പറയുന്നുണ്ടായി മോന് ഹൈ തരാത്തുണ്ട്, അത് കാണാൻ രസമല്ലേ. ഹൈ കൊടുത്തേ. മോൻ്റെ ഹൈ കൊടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാണെന്ന് പറഞ്ഞേ. ഒരു ഹൈ കൊടുത്തേ. ഹായ്. ഇപ്പുറത്തെ കൈ കണ്ട് അത് സുഖമില്ലാത്തതുകൊണ്ട് ആ കൈ തരുന്നില്ല. ഈ കൈ കൊണ്ട് കൊടുത്തേ പൊന്നു. ഹായ്. ഈ കൈ കൊണ്ട് മോനെ സുഖം ഉവാച്ചി അല്ലേ. അപ്പോൾ ഈ കൈ കൊണ്ട് കൊടുക്കുക. ഈ കൈ കൊണ്ട് കൊടുത്തേ. ഒരു ഹൈയും കൂടെ കൊടുത്തേ. ഹൈ. ഒരു ഹൈ കൊടുത്തേ. ഹായ്. എൻ്റെ പൊന്ന് ഗുഡ് ബോയ് ആണ്. എൻ്റെ പൊന്ന് ഗുഡ് ബോയ് ആണ്. ഹായ് കൊടുത്തേ പൊന്നു. ഹായ്. എല്ലാവർക്കും മോൻ്റെ വകയായിട്ട് ഹൈ കേട്ടോ. ഈ കൈ കൊണ്ട് കൊടുത്തേ. ഒന്നും വരൂല പൊന്നിന്. മമ്മിയുണ്ട് ഉവാച്ചി, ഒന്നും വരൂല എൻ്റെ പൊന്നിന്. ഇത് കൊടുത്തേ. മമ്മിയില്ലേ എൻ്റെ മോൻ എന്ത് വന്നാലും മമ്മിയില്ലേ ഡോക്ടർ അങ്ങളെ അടുത്തുണ്ട്. ഇത് കൊടുത്തേ. ഈ കയ്യിൽ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉള്ളതുകൊണ്ടാണ് അവന് ഇത് തരാൻ മടിക്കുന്നത് കേട്ടോ. ഹായ്. വെരി ഗുഡ് ഗുഡ് ബോയ് നമ്മുടെ പൊന്നി ഗുഡ് ബോയ്. ആ ചേച്ചി പറഞ്ഞു മോൻ്റെ ഹായ് കാണാൻ നല്ല രസമാണ്. ഇന്നലെ മിനിയാന്ന് എൻ്റെ മോന് ഹായ് കൊടുത്തില്ല എന്ന്, അതുകൊണ്ടാണ് കേട്ടോ ഹായ് കൊടുക്കാൻ പറഞ്ഞു മമ്മി. ഹായ്. ഇന്ന് നല്ല ടോയ്സ് മേടിച്ചുകൊണ്ട് വരാം. പൊന്നിന് ഇന്ന് മെഡിസിൻ മേടിക്കാൻ പോകണം. ഷാമ്പു തീർന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ട് മെഡിസിൻ, എന്നാലും 10 ദിവസം കഴിയുമ്പോൾ നേരത്തെ അത് പെട്ടിക്കടയിൽ ചെന്ന് ചോദിക്കണം, ഓർഡർ ചെയ്ത് വെക്കണേ. അപ്പോൾ അതിന് പോകണം. ഒരു ഷാമ്പു മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് പെട്ടിക്കടയിൽ പോകും. ഷാമ്പൂ ഒക്കെ മേടിക്കാം. ഒരു ഷാമ്പു എന്നുള്ളത് ഞങ്ങൾ 2 എണ്ണമൊക്കെ മേടിച്ച് വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ അപ്പം ചെന്ന് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ കൊച്ചിനെ എന്താണ് ടോയ്സ് മേടിച്ചുകൊണ്ട് വരണം. കടയിൽ പോകുമ്പോൾ പുതിയ ടോയ്സൊക്കെ മേടിച്ചു തരാം. ഓ ഇത് കണ്ടോ, തുറന്ന് പോകുന്നുണ്ടോ? ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്ന കേട്ടോ. ഇവിടെ AC ഇട്ട് കൊടുത്തിട്ട് അവന് വേണ്ട. ചേച്ചിയുടെ അടുത്ത് പോകണോ? എന്നാൽ പൊക്കോ. ചേച്ചിയുടെ അടുത്തേക്ക് പൊക്കോ. നിങ്ങളാരും എൻ്റെ മോനെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കില്ല കേട്ടോ. ഞാൻ ആ റൂമിൽ AC ഇട്ടപ്പോൾ അവൻ അവിടെ വേണ്ട, ചേച്ചിയുടെ റൂമിൽ കിടക്കണം എന്നാണ്. ചേച്ചിയുടെ റൂമിൽ പോയി. അപ്പോൾ ചേച്ചി ചിലപ്പോൾ മീറ്റിംഗ് കോളൊക്കെ വന്ന് അത് അറ്റൻഡ് ചെയ്യണുണ്ടാവും കേട്ടോ. എന്നാലും മിണ്ടാതിരിക്കുക, സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഇടക്കിടയ്ക്ക് അവന് എന്നെ കാണണം. അപ്പോൾ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അവൾ എന്ത് ചെയ്യുമെന്നറിയാമോ, മുറി തുറന്നു കൊടുക്കും. അല്ലാതെ മുറി അവിടെ AC ഇട്ടേക്കണുണ്ടോ, മുറി തുറന്നിടാൻ പാടില്ല. ACയുടെ കാറ്റും പോകുമ്പോൾ അത് പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ തുറന്നു കൊടുത്തതാണ് അവന്. ഞാൻ അടുക്കളയിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് എന്നെ കാണുക തന്നെ വേണം, കണ്ടുകൊണ്ടിരിക്കണം. എൻ്റെ പൊന്നോ, എൻ്റെ ചങ്കും കരളും എൻ്റെ ജീവനും ഒക്കെ എടുത്തോണ്ട് പോക്കോ നീ. മമ്മി എവിടെ പോകാനാടാ കള? എൻ്റെ പൊന്നിനെ വിട്ട് മമ്മി പോവോ? എൻ്റെ പൊന്നിനെ വിട്ട് മമ്മി പോകുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പൊന്നിനെ വിട്ട് മമ്മി പോകുന്നെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ആ ഇത്രയും ചൂടത്ത് ആ AC, ഈ റൂമിൽ AC ഇട്ടപ്പോൾ വേണ്ട, ആ റൂമിൽ AC ഇട്ടപ്പോൾ നീ കരയണ എന്തിനാണ്? മമ്മി ഇവിടെ തന്നെ ഇല്ലേ? എൻ്റെ പൊന്നിനോട് പറഞ്ഞിട്ടല്ലേ മമ്മി പോവുള്ളൂ. കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവനെ ഞാൻ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോയില്ലേ. നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഭർത്താവ് 1 മാസം അവധി എടുത്തിട്ടാണ് നോക്കിയത് കേട്ടോ. സാലറി പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ അവൻ ആ പേടി കിടക്കുന്നു, ഞാൻ എവിടെയെങ്കിലും പോകുന്നത്. അവിടെ ഒച്ച എടുത്തപ്പോൾ അവൾ കോളിലായിരുന്നു, മീറ്റിങ്ങിലായിരുന്നു. അവൾ തുറന്നു കൊടുത്തു. കണ്ടോ, ഈ വന്ന് കിടന്ന് എന്നെ ഇങ്ങനെ കാണണം അവന്.
നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? കണ്ടോ എൻ്റെ ചക്കര ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ മമ്മി എന്ത് ചെയ്യാനാണ്? എൻ്റെ മമ്മിയുടെ ചങ്ക് പൊട്ടിപ്പോടെ കണ്ടാ. ഇങ്ങനെയൊക്കെ നീ കാണിക്കില്ല. എനിക്ക് ഇത്രയധികം സ്നേഹം വേണ്ട പൊന്നിൻ്റെ. ഈ ലോകത്ത് മമ്മിയുടെ ഇത്രയും വയസ്സിനുള്ളിൽ മമ്മിക്ക് ഇത്രയധികം സ്നേഹം ആരും തന്നിട്ടില്ല കേട്ടോ. എൻ്റെ പൊന്നിനെ പറഞ്ഞത് മമ്മി, എൻ്റെ പൊന്നിനെ പറഞ്ഞത് മമ്മി, എൻ്റെ പൊന്നിനെ പറഞ്ഞ മമ്മി. ഓ എന്തൊരു സ്നേഹം! നമ്മളെ പെറ്റ അമ്മയെ പോലത്തെ സ്നേഹങ്ങൾ അല്ലേ? ഓ ഇനി പിന്നെയും കയറണം ആ റൂമിൽ അവളടുത്ത്. അതിനാണ് ആ നിൽക്കുന്നത്. ഇപ്പോൾ വന്ന് കണ്ടു, ഞാൻ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവന് പിന്നെയും പോകണം, അതിനാണ് ഈ നിൽക്കുന്നത്. എന്നാൽ പൊക്കോ പൊക്കോ പൊക്കോ, ചേച്ചിയുടെ അടുത്ത് പൊക്കോ. ചൂടത്ത് നിൽക്കണ്ട പൊന്നാ, പോ. കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടന്ന് ഒച്ചയെടുക്കും കേട്ടോ. അപ്പോൾ അവൾ പിന്നെയും തുറന്ന് കൊടുക്കും. കുറച്ച് നേരം കിടക്കും, പിന്നെയും ഒച്ചയെടുക്കും. ഇത് കണ്ടോ ഫ്രണ്ട്സ്? ഇപ്പോൾ ഞാൻ റൂമിൽ കയറ്റിയവനാ. അവിടെ ചെന്നപ്പോൾ കരഞ്ഞു കേട്ടോ. അവളുടെ അടുത്ത് പോയി ഒച്ചയെടുത്തു പുറത്തേക്ക് വരണം. ഇതായി എൻ്റെ സ്വഭാവം. കതക് തുറന്നിട്ട് അവനെങ്ങനെ മൂലയ്ക്ക് ഇരിക്കണം, ആ നടയിലിരിക്കണം എന്നെയും കണ്ടുകൊണ്ട്. ഇത് കണ്ടോ, അവൾ തുറന്ന് വിട്ടിട്ട് ഞാൻ അവളുടെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അവൾക്കത് ഇഷ്ടമല്ല കേട്ടോ. അവൾ ഉടൻ പറഞ്ഞു, നീ പുറത്ത് നിൽക്കണം, ഇല്ല നീ അകത്തിരിക്കണം. നിനക്ക് എപ്പോഴും മമ്മിയെ കണ്ടുകൊണ്ടിരിക്കണം, നീ പുറത്തിരിക്കുക, എസിയുടെ കാറ്റ് പോകുന്നെന്ന്. കണ്ടോ, ഇവനെ സ്നേഹം കണ്ട് എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു കേട്ടോ. ബുള്ളറ്റിനെ കാണാൻ പോകുന്ന, ബുള്ളറ്റിനോടുള്ള സ്നേഹവും കവിഞ്ഞൊഴുകി കിടക്കുന്ന കേട്ടോ. ഇത് കണ്ടോ, ബുള്ളറ്റിനെ കാണാനാണ്, ഗേറ്റിൻ്റെ അവിടെയും കാണാനാണ് ഈ കയറി നിൽക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. ഇന്ന് രാവിലെ പിച്ചക്കാരനെ പോലെ ബുള്ളറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കണം. പിന്നെ എനിക്കത് സങ്കടം വന്നു കേട്ടോ. അവനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, ഒരു പിച്ചക്കാരനെ പോലെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് സങ്കടം കേട്ടോ. ഇത് കണ്ടോ, ചേച്ചി പുറത്താക്കി. അവിടെ ചെന്നിരുന്ന അവളുടെ ജോലിയിൽ ഡിസ്റ്റർബ് ആകും. ബഹു വാവു വാവു, അതും അല്ല, ഒരു തരം ആവാസിലെ ആ വാവെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൾ പുറത്തേക്ക് തുറന്നുവിടാം. അവനെ എന്നെ കാണണം, അതിനാ കാരണം, വേറെ ഒന്നുമല്ല പ്രശ്നം, വേറെ ഒന്നുമല്ല. എന്നാൽ എന്നെ കണ്ടോ ഫ്രണ്ട്സ്, ഇവൻ എന്നെ സ്നേഹം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു കേട്ടോ. എല്ലാവരെയും കീഴ്പ്പെടുത്തി കളഞ്ഞു. മമ്മിയെ കൂടുതലും. പോകുന്നു. ഇനി തുറക്കത്തില്ല അവൾ, അങ്ങോട്ട് പോകണ്ട, തുറക്കത്തില്ല. എപ്പോഴെപ്പോഴും റൂമിൽ കയറിയിട്ട് മമ്മിയെ കാണണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഒന്നീ AC റൂമിലിരിക്കണം, ഇല്ല പുറത്ത് വരിക. പുറത്ത് ചൂടാ പൊന്നു, അതുകൊണ്ടല്ലേ മമ്മി അവിടെ കയറ്റിയേ. ഞാൻ ഈ റൂമിൽ ഇട്ട് തന്നപ്പോൾ ഇവിടെ ഇരിക്കൂല ഒറ്റയ്ക്ക്. ചേച്ചി ഇനി കയറ്റൂല അങ്ങോട്ട്. അപ്പം ചേച്ചി 3 പ്രാവശ്യമായി നിന്നെ പുറത്തേക്കാക്കുന്നത്, നീ കരഞ്ഞിട്ട്. കണ്ടോ, ഇതെന്താ ഇങ്ങനെ നോക്കി നിൽക്കണം എന്നാണ്ടോ. ഇവിടെ ഒരു പൂച്ച കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ. ഞാൻ സൂമി കാണിച്ചു തരാം കേട്ടോ. തണുത്തിട്ടാണെന്ന് തോന്നുന്നു അത് അവിടെ വന്ന് കിടക്കുന്നത്. ഇവിടെ അയ്യോ പോയി, കിടക്കുന്നേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ വന്ന് അങ്ങോട്ട് കിടക്കുന്ന ഇതാണ് ഇവൻ ഈ കാണുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഒരു പൂച്ച കിടക്കുന്നത്. കിടക്കുന്നു അവിടെ, ഞാൻ കാണിച്ചു തരാം. കിടക്കുന്നു. ഇങ്ങനെ വെച്ചിട്ട് കാണാൻ പറ്റുന്നില്ല. കിടക്കുന്നു കണ്ടോ. ഇതാണ് ഇവനെ എത്തി എത്തി നോക്കുന്നത്. കണ്ടോ, അത് ചൂട് കൊണ്ടിട്ട് അവിടെ വന്ന് തണുക്കാൻ വേണ്ടി കിടക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, നോക്കുന്ന കണ്ടോ, കണ്ടില്ലേ? അവിടെ കിടക്കുന്നു പൊന്നോ. മ്യാവ് മ്യാവ്. അവളെ എണീറ്റും. മ്യാവ് മ്യാവ്. ഓട്ടം അവിടെയല്ല പൊന്ന, അതേ ഇവിടെയാണ്. ഇവിടെ 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 വാ, ഇവിടെ വാ. പിന്നെയും ചെന്ന് നിൽക്കുന്നേടാ ഇവിടെയെന്ന്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഈ പൂച്ചയെ കാണാനായി ഇവൻ ഇവിടെ വന്ന്. കണ്ടോ, ഇന്ന് കാണുന്നത് കണ്ടോ. എന്നിട്ടും ബുള്ളറ്റിൻ്റെ അടുത്തേക്കാണ് നോട്ടം. ഈ ഓട്ടം കണ്ടോ, ഓട്ടവും ചാട്ടവും. ബുള്ളറ്റിനെ കാണാൻ ഓട്ടവും ചാട്ടവും.
എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. എൻ്റെ കോമാളിത്തരങ്ങളും എൻ്റെ കുസൃതികളും എൻ്റെ സ്നേഹവും എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. എല്ലാവരും ഒന്ന് കാണണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം. സ്നേഹത്തിൻ്റെ അമ്പ് എൻ്റെ ചങ്കിലേക്ക് വന്ന് തറച്ച്, എൻ്റെ മോൻ സ്നേഹത്തിൻ്റെ അമ്പ് വിട്ടിട്ട് എൻ്റെ ചങ്കിലേക്ക് വന്ന് തറച്ച് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി കളഞ്ഞു പൊന്നു. എന്ന് നോക്കണാട്ടോ. ഉരക്കല് തുടങ്ങി, ഉരക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ഒരു കൊഞ്ചലാണ്. എന്നാ ബാ ഇവിടെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹൈ കൊടുത്തേ പൊന്നു. അവിടെ ഇരുന്നിട്ട് ഒരു ഹൈയും കൂടെ കൊടുത്തേ, ഒരു ഹൈയും കൂടെ കൊടുത്തേ, ഒരു ഹൈയും കൂടെ കൊടുത്തേ, ഒരു ഹൈയും കൂടെ കൊടുത്തേ പൊന്ന, ഒരു ഹൈ കൊടുത്തേ. ഹായ്. ഇപ്പുറത്തെ കൈ കണ്ട് ഹായ്. അപ്പോൾ കൊച്ചു ഹൈയൊക്കെ തന്നു. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അവന് ഉറക്കം വരുന്നു കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ പൊന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ.